കോഴിക്കോട്ടേക്ക് വരാം. വടക്കൻ കാറ്റ്, തദ്ദേശ പോരിന്റെ വടക്കൻ കാറ്റ് എങ്ങോട്ടേക്ക് വീശും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുഹമ്മദ് അസ്ലം ഉണ്ട്. അസ്ലം, ഇപ്പോ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞപ്പോഴും അത് നികത്തിയത് വടക്കൻ കേരളത്തിലെ രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പാണ്. അപ്പോൾ കാര്യമായ എന്തോ വടക്കൻ കേരളം കരുതിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ എന്നതിൻ്റെ ഒരു സൂചന അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരു തരംഗം ആഞ്ഞു വീശുന്നതിൻ്റെ ഒന്നും സൂചനകൾ രണ്ട് ഘട്ടത്തിലും നമ്മൾ കാണുന്നില്ല എങ്കിൽ കൂടിയും വടക്കൻ കേരളത്തിൽ കാര്യമായ എന്തെങ്കിലും കാത്തുവച്ചിട്ടുണ്ടോ ഈ ജനവിധി? എന്തായിരിക്കും അതിൻ്റെ സൂചനകൾ? സൈഫുദ്ദീൻ, രാഷ്ട്രീയ മത്സരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിരുന്നു മലബാർ. എപ്പോഴും മലബാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായി മലബാർ മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ടിംഗ് ശതമാനത്തിലെ ഇവിടെ ഉണ്ടായ വർധന വെച്ചാൽ നേരിട്ട് കഴിഞ്ഞോടത്തെയുമായിട്ടുള്ള ബന്ധപ്പെട്ട വർധനമല്ല, അതേസമയം ആവേശകരമായ വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. കുറവ് വലിയ പ്രശ്നമായി LDFോ UDFോ കരുതുന്നില്ല എന്നുള്ള അവസ്ഥ. ആ അർത്ഥത്തിലുള്ള പോളിംഗ് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. 2-3 കാര്യങ്ങളോട് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒന്ന്, ഈ ശബരിമല പോലുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ വിവാദങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ ചർച്ചയായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മലബാറിലെ പ്രത്യേകിച്ചാണെങ്കിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെ വലിയ തോതിലുള്ള വോട്ടിംഗ് ആണ്. SIRുമായി ബന്ധപ്പെട്ട് വരുന്ന ആശങ്കകൾ, SIRും തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും അത്തരം ആശങ്കകൾ കാരണം ആ മേഖലയിലെ വോട്ടിംഗ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് LDFും UDFും സമ്മതിക്കുന്ന കാര്യമാണ്. അത് ആർക്ക് അനുകൂലമാവുന്ന കാര്യത്തിൽ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ പോലും ഈ അർത്ഥത്തിൽ വോട്ടിംഗ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരാട്ടവും വർദ്ധിച്ചതുകൊണ്ടുണ്ടായ നേതാക്കളുടെ സാന്നിധ്യവും പ്രത്യേകിച്ച് 2 ഘട്ടമായതുകൊണ്ട് തന്നെ അവസാന ഘട്ടമായതുകൊണ്ട് മുഴുവൻ നേതാക്കളും മലബാറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ആവേശം പോളിംഗിൽ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ചിത്രത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ LDFിന് നല്ല മേധാവിത്വമുള്ള പൊതുവെ മേധാവിത്വമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നും പാലക്കാടും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡുമാണ് LDFിന് മുൻകൈയുള്ള സ്ഥലങ്ങൾ. UDFിൻ്റെ കോട്ടയായി എപ്പോഴും നിൽക്കുന്ന മലപ്പുറവും വയനാടുമുണ്ട്. ആ അർത്ഥത്തിൽ മലബാർ മേഖലയെ നോക്കുമ്പോൾ മിശ്രിതമായ അവസ്ഥയാണെങ്കിൽ പോലും LDFിന് മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ തവണത്തെ കണക്കെടുത്ത് നോക്കിയാൽ പോലും മലപ്പുറവും വയനാടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 4 ജില്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷൻ 2 കോർപ്പറേഷൻ ഉള്ളത്. ഒരു കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ UDFിനും കോഴിക്കോട് കോർപ്പറേഷൻ LDFിനും എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലാണെങ്കിലും LDF പഞ്ചായത്തുകളുടെ കാര്യത്തിലും LDFിന് മേൽക്കോയ്മയുണ്ട്. അതേസമയം തന്നെ മുനിസിപ്പാലിറ്റി കാര്യത്തിൽ UDFിന് മുൻകൈയുള്ള ഇന്നതാണ് നിലവിലെ അവസ്ഥ. ഈ അവസ്ഥയിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF കരുതുന്നത് ചെറിയ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും, അതായത് കോർപ്പറേഷനിലെ മെമ്പേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലെ എണ്ണങ്ങളുടെ കാര്യത്തിലും എണ്ണങ്ങൾ ചിലപ്പോൾ കുറവ് വന്നേക്കാമെന്ന് LDF കരുതുന്നുണ്ട്. അതേസമയം ഭരണം പിടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് LDFിന്റെ കണക്കൂട്ടൽ. കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിൽ 50 കൗൺസിലർ 75-ൽ 50 കൗൺസിലർമാരും LDFിൻ്റെതാണ്. പക്ഷേ അത് ചിലപ്പോൾ കുറയും, ഒരു 10 വരെ കുറഞ്ഞാൽ പോലും ഭരണം നിലനിർത്താൻ കഴിയും എന്നൊരു വിശ്വാസം തന്നെയാണ് LDFിനുള്ളത്. UDFിനെ സംബന്ധിച്ചോളം കണ്ണൂരിൽ വിമതന്മാരുടെ പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇത്തവണയും ഭരണം നിലനിർത്താൻ കഴിയുന്നുള്ളൂ. കോർപ്പറേഷൻ ഒരു സ്റ്റാറ്റസ് കോ നിർത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് വലിയ മേധാവിത്വമാണ് LDFിനുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. UDFിന് മലപ്പുറത്ത് ഒരു തരത്തിലുള്ള മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല സീറ്റുകളിൽ കൂടാനുള്ള വർധനമാണ് ശരിക്കും മലപ്പുറത്തിൻ്റെ ശിക്ഷ. അതേസമയം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മാറാനുള്ള സാധ്യതയില്ലെങ്കിൽ പോലും വലിയ തോതിൽ എണ്ണ വ്യത്യാസം ഉണ്ടാകും. ആകെ 27-ൽ നിന്നും 28-ആയി മാറിയപ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെയുള്ള UDF 9-ൽ നിന്നും ഒരുപക്ഷെ കൂടുതൽ 4-5 സീറ്റുകൾ വർദ്ധിക്കാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരു തൂക്ക് അല്ലെങ്കിൽ വളരെ 1-2 വോട്ടുകളുടെ വ്യത്യാസം 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രം ഒരുപക്ഷെ LDFിന് കിട്ടാൻ സാധ്യത തരത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ടൈം മാറാൻ സാധ്യതയുണ്ട്. കണ്ണൂർ LDF തന്നെയായിരിക്കും നിലത്തേക്കാൾ. LDFിന് ജില്ലാ പഞ്ചായത്തിൽ സാമാന്യം നല്ല ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ കാസർഗോഡും വയനാടും ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ്. കാസർഗോഡ് കഴിഞ്ഞ തവണ LDFിനായിരുന്നു. അതേസമയം ഇത്തവണ അത് പിടിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി UDF ശക്തമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും അറിയാനുള്ള സാധ്യതയുണ്ട്. സമാനമായി തന്നെയാണ് വയനാട് ഇപ്പോൾ UDFിനാണുള്ളതെങ്കിൽ പോലും ശക്തമായ പ്രചരണങ്ങൾ വയനാട് കേന്ദ്രീകരിച്ചും LDF നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം വരെ മുണ്ടക്കൈ ദുരിതബാധിത പ്രൊജക്ട് നടപ്പാക്കത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തുടങ്ങാത്ത സംബന്ധിച്ച് കോൺഗ്രസിനെതിരെ ഏറ്റവും അവസാന നിമിഷം വരെ വിവാദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആ വയനാട് ജില്ലാ പഞ്ചായത്ത് മറിയുമോ എന്നുള്ള ഈ കാസർഗോഡും വയനാടുമാണ് ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തുകൾ മറിയാനുള്ള സാധ്യത. ബാക്കിയെല്ലാം ഒരുപക്ഷെ സ്റ്റാറ്റസ് കോ വരാനാണ് സാധ്യത. അതേസമയം പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഗണ്യമായ മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ്. ചില പഞ്ചായത്തുകൾ UDFിൽ ലഭിക്കുമ്പോൾ മറ്റു ചില പഞ്ചായത്തുകൾ LDFിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ആ അർത്ഥത്തിൽ വലിയൊരു മാറ്റമുണ്ട്. പക്ഷേ UDFിനെ സംബന്ധിച്ചോളം വലിയ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം കോഴിക്കോട് DCC ഉൾപ്പെടെ ആൾക്കാർ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും മാറ്റം ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി ഫാക്ടേഴ്സ്
കോഴിക്കോട് സമയത്തുണ്ട്. RMB ഒഞ്ചിയം എന്ന് പറയുന്ന പഞ്ചായത്ത് കഴിഞ്ഞ തവണ നിലനിർത്താൻ UDF-ന്റെ സഹായത്തോടെ കഴിഞ്ഞിരുന്നു. ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന രീതിയിൽ CP നിൽക്കുമ്പോൾ RMB ആരാണ് പിടിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ ചോദ്യം. RMB-യുടെ ഭാവിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഇവിടെ കിടക്കുന്നു. മാത്രമല്ല ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് UDF വിശ്വസിക്കുമ്പോൾ അത് വടകര ഭാഗത്ത്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ വടകര ഭാഗത്ത്, അതോടൊപ്പം മറ്റ് മലബാർ മേഖലയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നറിയാൻ, അങ്ങനെ പല നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശരിക്കും മലബാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നത്. എന്തായാലും 8 മണിക്ക് ഇതിനെ തുടങ്ങും. ഇവിടെയാണെങ്കിൽ 20 കോഴിക്കോടാണെങ്കിൽ 20 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്, നടക്കുന്നത്. അതിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ്. കോർപ്പറേഷനിലാണെങ്കിൽ 9 വാർഡുകൾ ഒറ്റ അടിക്ക് തന്നെ എണ്ണുന്ന രീതിയിലേക്കാണ്, ഒരേ റൗണ്ടിൽ തന്നെ എണ്ണുന്ന രീതിയിലേക്കാണ് വരിക. അത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ 3 റിട്ടേണിംഗ് ഓഫീസറായിട്ടാണ്. അതുകൊണ്ട് തന്നെ 3 ഇരട്ടിയായിട്ട് വരുമ്പോൾ ശരിക്കും 30-ലധികം വാർഡുകൾ ഒരേ സമയം തന്നെ എണ്ണി വരും എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. പഞ്ചായത്തുകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് 8 മണിയോടുകൂടെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ആ റിസൾട്ട് പ്രേക്ഷകരിലേക്ക് ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് ട്രെൻഡ് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും ആദ്യത്തെ 1 മണിക്കൂർ ട്രെൻഡ് അറിയാൻ കഴിയും. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ LDF, UDF, BJP എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ല ഈ ചെറിയ പാർട്ടികൾക്കൊക്കെ വളരെ നിർണായകം കൂടിയാണ്. അവരെത്രത്തോളം ജനസ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. നമുക്ക് മലപ്പുറം